റഷ്യൻ അധികാരിയിൽ നിന്നും ഒരു പ്രസ്താവന വന്നിരുന്നു. റഷ്യക്കെതിരെ ആരെങ്കിലും ദീർഘദൂര ആയുധങ്ങൾ ഉപയോഗിച്ചാൽ അത് തീർച്ചയായും നാറ്റോ വേഴ്സസ് റഷ്യ എന്ന പ്രശ്നത്തിലേക്ക് നയിക്കും. അതിനാൽ അനുമതികൾ നൽകുന്നതിന് മുൻപ്, ഉക്രൈന് നിങ്ങളുടെ എല്ലാ ഗ്രീൻ സിഗ്നൽ നൽകുന്നതിന് മുൻപ് നിങ്ങൾക്ക് എത്രത്തോളം ചിന്തിക്കാൻ സാധിക്കുമോ അത്രത്തോളം ചിന്തിച്ച് പ്രവർത്തിക്കുക. അതിര് കടന്നാൽ അതിനുശേഷം ആർക്കും ചിന്തിക്കാൻ സമയമുണ്ടാകില്ല. അത്തരത്തിലുള്ള നിരവധി മുന്നറിയിപ്പുകൾ റഷ്യയിൽ നിന്നും ഇപ്പോൾ വന്നിട്ടുണ്ട്. എന്നാൽ അവസാനം നൽകിയ മുന്നറിയിപ്പ് വലിയ ആഘാതമുണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനിടയിൽ കാനഡയുടെ ജസ്റ്റിൻ ട്രൂഡോ അഭിമുഖത്തിൽ ഒരു കാര്യം പറഞ്ഞു. റഷ്യ ഉക്രൈനെ ആക്രമിക്കുമ്പോൾ എന്തുകൊണ്ട് ഉക്രൈന് റഷ്യ ആക്രമിച്ചുകൂടാ? ഉക്രൈന് വേണമെങ്കിൽ റഷ്യയുടെ ഏത് ഭാഗത്ത് വേണമെങ്കിലും ആക്രമിക്കട്ടെ. റഷ്യ ഉക്രൈന്റെ ഹൃദയ മേഖലകളെ ആക്രമിക്കുമ്പോൾ എന്തുകൊണ്ട് ഉക്രൈന് റഷ്യൻ പ്രദേശങ്ങളെ ആക്രമിച്ചുകൂടാ എന്ന ഒരു പുതിയ പ്രശ്നം ഇവിടെ സൃഷ്ടിച്ചത് മാത്രമല്ല, അടുത്ത് റഷ്യ ഹൈപ്പർസോണിക് മിസൈൽസ് ഹൂതികൾക്ക് നൽകാൻ പോകുന്നുവെന്നുള്ള വാർത്ത പ്രധാനപ്പെട്ട പല പത്രങ്ങളിലും വന്നിട്ടുണ്ട്. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വ്യക്തമായി അറിയാം. ഈ പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യക്കെതിരെ നിരവധി കുറ്റാരോപണങ്ങൾ നടത്തുന്നുണ്ട്. നോർഡ് സ്ട്രീം പൈപ്പ് ലൈനിൽ സംഭവിച്ച കേടുപാടുകൾ ഇതിന് ഉത്തമ ഉദാഹരണമാണ്. അതുപോലെ കടലിനടിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന കേബിൾ സംവിധാനം റഷ്യ തകർക്കാൻ പോകുന്നു, അല്ലെങ്കിൽ റഷ്യ ഈ കേബിളുകളെ നശിപ്പിക്കാൻ പോകുന്നുവെന്ന് കഴിഞ്ഞ 2 ദിവസമായി ഒരു പുതിയ വാർത്ത പ്രചരിപ്പിക്കാൻ തുടങ്ങി. ചെറുതായി തുടങ്ങിയ ഈ ഒരു തീപ്പൊരി ഇപ്പോൾ ലോകമെമ്പാടും വലിയ ചർച്ചയാവുകയാണ്. ഇതിന് കാരണം സ്റ്റാർലിങ്ക് പോലുള്ള സാറ്റലൈറ്റ് അധിഷ്ഠിത സേവനങ്ങൾ അമേരിക്കയിലും മറ്റു പല രാജ്യങ്ങളിലും ഉണ്ടെങ്കിലും ഇന്ന് വരെയും ഇന്റർനെറ്റ് ഡേറ്റ ട്രാഫിക്കിന്റെ 95% കൈകാര്യം ചെയ്യുന്നത് കടലിനടിയിലെ കേബിളുകൾ വഴിയാണ്. ഇവയെ അന്തർവാഹിനി കേബിളുകൾ എന്ന് വിളിക്കുന്നു. ഇതിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ചില കപ്പലുകളിൽ അത്ര പെട്ടെന്ന് കേടാകാതിരിക്കാൻ കടലിനടിയിൽ ഈ കേബിളുകൾ നിർമ്മിച്ചിട്ടുണ്ട്. പല രാജ്യങ്ങളിലും ഈ ഇന്റർനെറ്റ് കേബിളുകൾ കടലിനടിയിൽ പല സ്ഥലങ്ങളിലും സൂക്ഷിച്ചിട്ടുണ്ട്. ഈ ഒരു ചിത്രം നോക്കുക. ലോകത്തിലെ ഭൂരിഭാഗം ഭൂഖണ്ഡങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഇന്റർനെറ്റ് കേബിളുകളുടെ ഘടന ഇതാണ്. ഈ ഡേറ്റ കേബിളിന്റെ 60% പസഫിക് അറ്റ്ലാന്റിക് സമുദ്രങ്ങളിൽ സംഭരിച്ചിട്ടുണ്ട്. ഈ മിഡിൽ ഈസ്റ്റിൽ 30-40% വരെയും കടലിനടിയിലെ കേബിളുകൾ വഴി ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ ലോകമെമ്പാടുമുള്ള പല രാജ്യങ്ങളിലും ഈ കേബിളുകൾ ഉപയോഗിക്കുന്നുണ്ട്. റഷ്യ അവരുടെ പ്രോക്സികൾ ഉപയോഗിച്ച് ഈ കേബിളുകൾ തകർക്കാൻ പോകുന്നുവെന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം പുറത്തു വരാൻ തുടങ്ങി. അടുത്തിടെ ചെങ്കടൽ പ്രദേശങ്ങളിൽ ഹൂതികളുടെ ചില ഡേറ്റ കേബിളുകൾ കേടായി. അറബിക്കടൽ മേഖലകളിലും സമാനമായ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനാൽ റഷ്യ ഇവിടെ നേരിട്ട് ഒരു ആക്രമണം നടത്തിയില്ലെങ്കിലും അവരുടെ പ്രോക്സികൾ ഉപയോഗിച്ച് അണ്ടർ വാട്ടർ കേബിളുകൾ തകർക്കാൻ പോകുന്നുവെന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിവരം പുറത്തു വന്നു. സത്യം പറഞ്ഞാൽ ഈ നാശനഷ്ടങ്ങൾ കാരണം റഷ്യ വളരെയധികം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് നെറ്റ്വർക്ക് കേബിളുകൾ ബാൾട്ടിക് കടൽ മേഖലയിലൂടെ റഷ്യയും സ്വീകരിക്കുന്നുണ്ട്. എന്റെ അഭിപ്രായത്തിൽ റഷ്യ ഈ കേബിളുകൾ തകർത്താലും ഇല്ലെങ്കിലും ചില ദിവസത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾ ഈ കേബിളുകൾ തകർത്ത് റഷ്യയുടെ മേൽ കുറ്റം ചുമത്താൻ ഒരു സാധ്യതയുണ്ട്. കാരണം ഇതിനു മുൻപും നോർഡ് സ്ട്രീം പൈപ്പ് ലൈനിൽ സമാനമായ ഒരവസ്ഥയുണ്ടായി. തുടക്കത്തിൽ റഷ്യയിൽ ഒരുപാട് കുറ്റാരോപണങ്ങൾ നടത്തി. പിന്നീട് റഷ്യ അതിന് കാരണമല്ല എന്ന് ജർമ്മനിയുടെ അന്വേഷണത്തിലൂടെ കണ്ടെത്തി. ഒരു പക്ഷേ അങ്ങനെ ഒന്ന് ഇവിടെ സംഭവിച്ചാൽ തീർച്ചയായും അതിന് കാരണം പാശ്ചാത്യ രാജ്യങ്ങൾ തന്നെയായിരിക്കും. അടുത്തത് ഈ കേഴ്സ് കൗണ്ടർ ഒഫൻസീവ് ആണ്. കഴിഞ്ഞ 2-3 ദിവസമായി ഈ കേഴ്സ് കൗണ്ടർ ഒഫൻസീവ് വളരെ തീവ്രമായി നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ റഷ്യയുടെ തന്ത്രം എന്താണെന്ന് നമ്മൾ അറിഞ്ഞതാണ്. ഉക്രൈൻ പട്ടാളക്കാരെ കുടുക്കുകയും 4 ദിശകളിൽ നിന്ന് അടിക്കുകയും ചെയ്തു. പകരം ഉക്രൈൻ ചെയ്യാൻ തുടങ്ങിയത്, ഉക്രൈന് അവിടെ കൂടുതൽ ശക്തികൾ ആവശ്യമാണ്. അവരവിടെ കൂടുതൽ സേനയെ നിർത്തിയാലും ഉക്രൈന് റിസർവ് സേന എന്നത് വളരെ കുറവാണ് അവർക്ക്. അതിനാൽ അത്തരം റിസർവ് സേനയ്ക്ക് പകരം അവർ കാർഖീവ് മേഖലയിൽ പ്രതിരോധിക്കുന്നുണ്ടല്ലോ, അതിൽ ഒരു പ്രത്യേക സെറ്റ് ഓഫ് സൈനികരെ കൊണ്ടുവന്ന് പുതിയ സ്ഥലത്ത് കൊണ്ടുവന്നിർത്തി. ഇപ്പോൾ ഉക്രൈനും റഷ്യയ്ക്കും സംഭവിക്കുന്നത് കേഴ്സ് മേഖലയിൽ ഒരു ബാറ്റിലാണ്. ഈ കേഴ്സ്കിന്റെ വടക്ക് ഭാഗത്തുള്ള 2 പ്രദേശങ്ങളിൽ അവർ ഒരു പുതിയ മുന്നണി തുറക്കാൻ തുടങ്ങി. ആദ്യത്തേത് ഗ്ലോഷ്യർ മേഖലയാണ്. കേഴ്സ് മേഖലയിലെ പടിഞ്ഞാറ് ഭാഗത്താണ് ഇതുള്ളത്. രണ്ടാമത്തെ മേഖല വടക്ക് കിഴക്കൻ മേഖലയിലാണ്. വെസലോബ് എന്നും മെദ്വദീപ് എന്നും വിളിക്കുന്നു. ഇത് വടക്ക് കിഴക്കൻ മേഖലയിലാണ് ഉള്ളത്. അതിനാൽ ഉക്രൈൻ അത്ര പെട്ടെന്ന് കേഴ്സ്കിൽ നിന്നും പിൻവാങ്ങാൻ പോകുന്നില്ല. അവരുടെ പുതിയ ആക്രമണങ്ങളിൽ നിന്നും നമുക്കത് വ്യക്തമായി കാണാൻ സാധിക്കും. റഷ്യ ഒരു പരിധിവരെ അതിർത്തി കാവൽ ശക്തമാക്കിയതാണ് ഉക്രൈൻ ഇപ്പോൾ ഈ പുതിയ മുന്നണി തുറക്കാൻ തന്നെ കാരണം. പക്ഷേ റഷ്യക്ക് അത് പൂർണ്ണമായും മുറുക്കാൻ സാധിക്കുന്നില്ല. കാരണം അത്രയും വലിയ ഒരു ലാൻഡ് ബോർഡർ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്തതിലും അപ്പുറമുള്ള വലിയൊരു ശക്തി റഷ്യക്ക് ആവശ്യമാണ്. ഇപ്പോൾ കിഴക്കൻ മേഖലയിൽ വലിയൊരു യുദ്ധം നടക്കുമ്പോൾ റഷ്യക്ക് എല്ലാം സുരക്ഷിതമാക്കാനോ
അല്ലെങ്കിൽ എല്ലാം സീൽ വെക്കാനോ സാധിക്കില്ല. കാരണം റഷ്യ ഈ ഭൂപ്രദേശം വെച്ച് നോക്കുമ്പോൾ ഒരു വലിയ രാജ്യമാണ്. ബെലാറസ് മുന്നണിയിൽ തങ്ങൾക്കിപ്പോൾ പ്രശ്നം ഇല്ലെങ്കിലും ബെലാറസിലെ ഉക്രൈനിയൻ അതിർത്തി മുഴുവനും റഷ്യക്ക് സീൽ ചെയ്യാൻ സാധിക്കില്ല. അതിനാൽ പലയിടത്തും ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കാൻ അവർക്ക് അവരുടെ സൈനികരെയും റിസർവ് സേനയും ഉപയോഗിക്കേണ്ടതുണ്ട്. അവർ തങ്ങളുടെ സൈന്യത്തെ പ്രതിരോധത്തിന് ഉപയോഗിച്ചാലും ഉക്രൈൻ പല സ്ഥലങ്ങളിലും അത് തകർക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെയാണ് ഈ രണ്ട് പ്രദേശങ്ങളിലും പുതിയ മുന്നണി തുറക്കുകയും അകത്തേക്ക് അവരുടെ സൈനികരെ കയറ്റാനും തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ പ്രധാന കാരണം ഉക്രൈൻ ഇവിടെ ആക്രമിക്കുമ്പോൾ റഷ്യക്ക് അതൊരു പരിഭ്രാന്തി സൃഷ്ടിക്കും. വീണ്ടും ഉക്രൈൻ അകത്തേക്ക് വരികയും 200-300 ചതുരശ്ര കിലോമീറ്റർ ഒറ്റ ദിവസത്തിൽ പിടിച്ചെടുക്കുകയാണെങ്കിൽ അതൊരു വലിയ വാർത്തയായി പുറത്തു വരും. അപ്പോൾ ഉക്രൈൻ ആ സ്ഥലത്ത് സൈന്യത്തെ അകത്തേക്ക് അയക്കുമ്പോൾ റഷ്യ അതിനെ പ്രതിരോധിക്കാൻ വരും. അങ്ങനെ പ്രതിരോധിക്കാൻ വരുമ്പോൾ, ഡിഫെൻഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണോ ഈസ്റ്റേൺ ഫ്രണ്ടിൽ നിന്നും അവർ പുറത്തേക്ക് വരും എന്ന ഒരു തെറ്റായ കണക്കുകൂട്ടലിൽ കേർസ്കിലേക്ക് അവർ കടന്നത്, അതുപോലെ സമാനമായ ഒരു തന്ത്രമാണ് ഇവിടെയും പിന്തുടരുന്നത്. പക്ഷെ ഇത് നല്ല തന്ത്രമാണോ മോശം തന്ത്രമാണോ എന്ന് നമുക്കറിയില്ല. വരും ദിവസങ്ങളിൽ തീർച്ചയായും അറിയാൻ സാധിക്കും. കാരണം ഈ രണ്ട് മുന്നണികളിലും ഒരു സമ്പൂർണ്ണ അധിനിവേശത്തിന് ഉക്രൈൻ പദ്ധതിയിട്ടിട്ടുണ്ടാകാം. കേർസ്കിൽ സംഭവിച്ചതുപോലെ തന്നെ ചില നേട്ടങ്ങൾ ഉക്രൈൻ ഇവിടെയും സംഭവിക്കാം. പക്ഷേ റഷ്യ അനുവദിക്കുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അല്ലെങ്കിൽ കൗണ്ടർ ഒഫൻസീവിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് ഈ ഭാഗങ്ങളെയും ശ്രദ്ധിക്കുമോ എന്നുള്ളത് വരും ദിവസങ്ങളിലൂടെ നമുക്കറിയാം. ഇതിനിടയിൽ സെലൻസ്കിയിൽ നിന്നും ഒരു അറിയിപ്പ് വന്നു. ഒരു സ്റ്റേറ്റ്മെന്റിൽ അദ്ദേഹം പറഞ്ഞത്, റഷ്യ ഏകദേശം 40,000 സൈനികരെ റിസർവ് സൈനികരായി കൊണ്ടുവന്ന് ഉക്രൈന് എതിരെയുള്ള കൗണ്ടർ ഒഫൻസീവിൽ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ സൈനികരെ സംബന്ധിച്ച് 18,000 പേർ വരെയും ഉക്രൈനുള്ള യുദ്ധം ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ 18,000 സൈനികർക്കെതിരെ റഷ്യൻ സേന ആക്റ്റീവാണ്. കൂടാതെ റിസർവ് സൈനികരെയും ഇത്രയേറെ പേരെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ 40,000 സൈനികർ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയത് കൊണ്ട് റഷ്യയുടെ ശ്രദ്ധ കിഴക്കൻ ഭാഗത്ത് തകരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം ഞങ്ങളുടെ പ്ലാൻ എന്നാണ് സെലൻസ്കി പറയുന്നത്. സത്യത്തിൽ സെലൻസ്കി പറയുന്നത് മനസ്സിലാകുന്നേ ഇല്ല. അവിടെ പടിഞ്ഞാറൻ ഭാഗത്ത് പ്രത്യാക്രമണം നടത്തി. അവിടെ റഷ്യ കൗണ്ടർ ഒഫൻസീവ് ചെയ്യാൻ തുടങ്ങി. 10-15% റഷ്യൻ ടെറിട്ടറി റീക്യാപ്ചർ ചെയ്യുകയും ചെയ്തു. ഈ 1300 ചതുരശ്ര കിലോമീറ്റർ ഉണ്ടായിരുന്നതിൽ നിന്നും കുറഞ്ഞു വരാൻ തുടങ്ങി. ഉക്രൈന്റെ കൺട്രോളിലുള്ള പ്രദേശങ്ങൾ കുറയാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ അതും ഞങ്ങളുടെ പദ്ധതിയാണ്. ഞങ്ങൾ എന്ത് പദ്ധതിയാണോ ഉദ്ദേശിച്ച് അകത്തേക്ക് പോയത് അതെല്ലാം ഇപ്പോൾ സംഭവിക്കുന്നു എന്നാണ് സെലൻസ്കി പറയുന്നത്. സത്യം പറഞ്ഞാൽ സെലൻസ്കിയുടെ പദ്ധതി തന്നെ എന്താണ്, അല്ലെങ്കിൽ അകത്തേക്ക് കേർസ്കിൽ ഇവർ എന്ത് ഉദ്ദേശത്തോടു കൂടി പോയി എന്നുള്ളത് ഇപ്പോഴും വ്യക്തമായി മനസ്സിലാകുന്നില്ല. ഒരു ഭാഗത്ത് റഷ്യയുടെ കൗണ്ടർ ഒഫൻസീവും ഇവരുടെ പദ്ധതി എന്ന് പറയുന്നു, മറുവശത്ത് ഉക്രൈന്റെ ഒഫൻസീവും ഇവരുടെ പദ്ധതിയാണെന്ന് പറയുന്നു. ഇതെല്ലാം മറച്ചുവെക്കാൻ ഇങ്ങനെ പറയുന്നതാണോ, അല്ലെങ്കിൽ ഇതിന് പുറകിൽ സത്യത്തിൽ ഉക്രൈന് മറ്റെന്തെങ്കിലും പദ്ധതി ഉണ്ടോ എന്ന് അറിയാനേ സാധിക്കുന്നില്ല. ഇവരുടെ സ്റ്റേറ്റ്മെന്റ് ഓരോന്നും കാണുമ്പോൾ എന്തോ അറിയാത്ത ഒരു കാര്യം നമ്മൾ ആദ്യമേ അറിയുന്നത് പോലെയാണ് തോന്നുന്നത്. വ്യക്തമായ ഒരു അപ്ഡേറ്റ് ഉക്രൈന്റെ ഭാഗത്തു നിന്ന് വരുന്നതേ ഇല്ല. പോക്രോവ്സ് ഭാഗങ്ങളിൽ റഷ്യൻ ഫോഴ്സസിനും ഉക്രൈൻ ഫോഴ്സസിനും അത്രയേറെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ വളരെ നിസാരമായി ഈസിയായി ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിച്ചു. പോക്രോവേഴ്സിനെ ഉക്രൈൻ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റഷ്യൻ സൈന്യം അവിടെ നിന്ന് പിൻവാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ അവിടെ കളത്തിൽ നടക്കുന്ന സംഭവം മറ്റൊന്നാണ്. ഓരോ വീഡിയോസ് കാണുമ്പോഴും, അതായത് ഉക്രൈൻ സൈന്യം ഫ്രണ്ട് ലൈനിൽ നിന്നും ചില വീഡിയോസ് എടുത്ത് ഓൺലൈനിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ആ വീഡിയോസ് അവർ ഇടാൻ കാരണം ഇനി ഒരു പക്ഷെ സംസാരിക്കാൻ അവസരം കിട്ടിയില്ലെങ്കിലോ, ഇതിനുശേഷം നമുക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത ഒരവസ്ഥ വരുമ്പോൾ അവർ മൊബൈലിൽ ചില വീഡിയോസ് ക്യാപ്ചർ ചെയ്ത് അത് ഇന്റർനെറ്റിൽ സ്പ്രെഡ് ചെയ്യുന്നു. അതിൽ അവർ പറയുന്ന ഒരു കാര്യം, ഉക്രൈൻ ഗവൺമെന്റ് അല്ലെങ്കിൽ ഉക്രൈൻസ് വിചാരിക്കുന്നത് പോലെ ഫ്രണ്ട് ലൈനിൽ ഒരു ബാറ്റിൽ നടക്കുന്നില്ല, ഞങ്ങളെ ചുറ്റിവളഞ്ഞ് അടിക്കുകയാണ്, ഞങ്ങൾക്ക് ആവശ്യമായ ലോജിസ്റ്റിക് സപ്ലൈ ലഭിക്കുന്നില്ല, മെഡിക്കൽ സപ്ലൈ ലഭിക്കുന്നില്ല, റഷ്യൻ സൈന്യത്തിന്റെ പിടിയിൽ ഞങ്ങൾ അകപ്പെട്ട അവസ്ഥയിലാണ്. ഇപ്പോഴെങ്കിലും സാഹചര്യം മനസ്സിലാക്കുക. ഉക്രൈൻ പറയുന്നത് പോലെ ഇവിടെ ഫ്രണ്ട് ലൈനിൽ അങ്ങനെ ഒരു സാഹചര്യമേ ഇല്ല എന്ന് ഒരുപാട് പേർ അവരുടെ ദേഷ്യം ഈ ഒരു വീഡിയോസ് വഴി കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ സെലൻസ്കി വളരെ നിസ്സാരമായി സംസാരിക്കുന്നു. ഉക്രൈൻ കേർസ്കിൽ ആക്രമിച്ച് ഇത്രത്തോളമൊക്കെ ഹോൾഡ് ചെയ്യുന്നത് ഉക്രൈന് വലിയൊരു വിലയും ഇമേജും തന്നെയാണ്. പക്ഷെ അതേസമയം റഷ്യയുടെ ശ്രദ്ധ തിരിപ്പിക്കാൻ ഈ രണ്ട് പുതിയ മുന്നണിയും ഓപ്പൺ ചെയ്തു. അതേസമയം ബെൽഗറോഡിലും ആക്രമിക്കുന്നുണ്ട്. ഇതുവഴി റഷ്യയുടെ ശ്രദ്ധ വീണ്ടും തിരിപ്പിക്കാൻ കഴിയുമെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവയ്ക്കെല്ലാം അപ്പുറം ഈസ്റ്റേൺ സൈഡിൽ ഫ്രണ്ട് കൊളാപ്സ് ആകുമ്പോൾ അങ്ങനെ ഒരു കാര്യമേ നടക്കുന്നില്ല എന്നുള്ളതാണ് വളരെ ആശ്ചര്യം തോന്നിക്കുന്ന ഒരു കാര്യം. ഇതിനിടയിൽ പുതുതായി ഒരു വിവരം വന്നത്, അമേരിക്ക ഉക്രൈന് ദീർഘദൂര ആയുധങ്ങൾ നൽകിയാൽ
അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലുകളെ ആക്രമിക്കുന്നത് പോലെ റഷ്യ അവരുടെ ഹൈപ്പർസോണിക് മിസൈലുകൾ ഹൂത്തികൾക്ക് നൽകണം. ഹൂത്തികൾ മാത്രമല്ല, അവരുടെ പങ്കാളികൾ ആരെല്ലാം ഉണ്ടോ, ഇറാന്റെ സൗഹൃദ നാടുകൾ ആരെല്ലാമാണ് ഉള്ളത്, അവർക്കെല്ലാം നൽകണമെന്നുള്ള ഒരു പുതിയ റിക്വസ്റ്റ് റഷ്യക്കുള്ളിൽ നിന്ന് തന്നെ ഉയരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോ പുതുതായി മുളച്ചു വന്ന ഒരു കാര്യമൊന്നുമല്ല. ഏറെ നാളായി ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്തിന്? മാസങ്ങൾക്ക് മുൻപ് പുടിൻ പോലും ഒരു പ്രസ്താവന നടത്തിയിരുന്നു. നിങ്ങൾ ഉക്രൈന് ധാരാളം ആയുധങ്ങൾ നൽകുന്നത് തുടരുകയാണെങ്കിൽ ഞങ്ങളുടെ സുഹൃത്തുക്കൾ, ഞങ്ങളുടെ അയൽക്കാർ ആരെല്ലാമാണോ ഉള്ളത്, അതായത് അമേരിക്കയ്ക്ക് തൊട്ടടുത്ത രാജ്യങ്ങൾ അല്ലെങ്കിൽ അമേരിക്കയുടെ ഇൻട്രസ്റ്റിന് ആരെല്ലാമാണോ എതിരായിട്ടുള്ളത്, അവരും ഞങ്ങളുടെ സുഹൃത്തുക്കളാണ്. അവർക്കും ഞങ്ങളുടെ മിസൈലുകൾ ഞങ്ങൾ നൽകേണ്ട ഒരു അവസ്ഥ വരുമെന്ന ഒരു കാര്യം പറഞ്ഞു. അത് ഇവിടെ നമ്മൾ ഓർക്കണം. അപ്പോൾ ഇത്തരമൊരു പദ്ധതി റഷ്യ നടപ്പിലാക്കിയാൽ ചെങ്കടൽ മേഖലയിൽ ഏതൊരു അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്കും സുരക്ഷ എന്നത് ഒട്ടും തന്നെ ഉണ്ടാകില്ല. ഇപ്പോൾ അത് സംബന്ധിക്കുന്ന ഒരുപാട് വാർത്തകളും പുറത്തു വരുന്നുണ്ട്. റഷ്യ അവരുടെ ഹൈപ്പർസോണിക് മിസൈൽസ് അല്ലെങ്കിൽ ആന്റിഷിപ്പ് മിസൈൽസ് നൽകിയാൽ അമേരിക്കയുടെ എയർക്രാഫ്റ്റ് കാരിയറിനെ തന്നെ ഞങ്ങളെ കൊണ്ട് കടലിൽ മുക്കാൻ കഴിയുമെന്ന ഒരു പുതിയ കാര്യം പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് വളരെ ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള കാര്യമാണ്. ഇത്രത്തോളം അത്യാധുനിക ആയുധങ്ങൾ റഷ്യ ഒരിക്കലും നൽകില്ല. ഒരുപക്ഷെ ഒരു ന്യൂക്ലിയർ വാർ വരാതെ കൺവെൻഷണൽ വാറായി ഇത് ഡെവലപ്പ് ആകുമ്പോൾ ഇത്തരം സാങ്കേതിക വിദ്യ ഹൂത്തികൾക്ക് നൽകിയാൽ തീർച്ചയായും ഹൂത്തികളുടെ ആയുധപുരയിലെ ഏറ്റവും മാരകമായ ഒരു ആയുധമായി ഇത് മാറും. അമേരിക്കയുടെ കപ്പലുകൾക്കും ഇതൊരു പ്രശ്നമായി മാറും. എന്തുകൊണ്ട് പ്രശ്നമായി മാറുമെന്ന് ചോദിച്ചാൽ, ഹൂത്തികളുടെ പക്കലുള്ളത് ഒരു വലിയ ആയുധശേഖരമാണ്. ആന്റിഷിപ്പ് മിസൈൽസിനെ സംബന്ധിച്ച് സോവിയറ്റ് ഇറ കാലഘട്ടത്തിലെയുള്ള 600-800 കിലോമീറ്റർ ദൂരപരിധിയുള്ള കപ്പൽ വേധ മിസൈലുകളുടെ ഒരു വലിയ ആയുധശേഖരം ഹൂത്തികളുടെ പക്കലുണ്ട്. വളരെ കാലം മുൻപ് വികസിപ്പിച്ചെടുത്ത കപ്പൽ വേധ മിസൈലുകൾ ഉപയോഗിച്ച് അമേരിക്കയുടെ ഡെസ്ട്രോയർ കപ്പലുകളെ നശിപ്പിക്കാൻ ഹൂത്തികൾക്ക് കഴിഞ്ഞു. ആ സിവാക് സിസ്റ്റം ഇല്ലായിരുന്നെങ്കിൽ അന്ന് അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളിൽ ഡയറക്റ്റ് ആന്റിഷിപ്പ് മിസൈൽസ്, ഹൂത്തികളുടെ ആന്റിഷിപ്പ് മിസൈൽസ് പതിച്ചിരിക്കും. അപ്പോൾ ഈ ഒരു മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇവർക്ക് ഇത്രത്തോളം ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ, അത്യാധുനിക മിസൈൽ സംവിധാനം റഷ്യയിൽ നിന്നും പോവുകയാണെങ്കിൽ സത്യത്തിൽ അത് അമേരിക്കയ്ക്ക് ഒരു ഭീഷണിയായി മാറും. ഇതിനിടയിൽ ഗാസ പ്രശ്നത്തിൽ ഈ കുനിവനം, ലബനിലെ ഹിസ്ബുള്ളയുടെ ഒരു വലിയ ഒളിത്താവളമാണ് ഈ കുനിവനം. ആ പൊസിഷൻസിൽ ഇപ്പോൾ ഹിസ്ബുള്ളയ്ക്കെതിരെ ഇസ്രായേൽ ആക്രമിക്കുകയാണ്. 19 സ്ഥലങ്ങളിൽ അവർ വ്യോമാക്രമണം നടത്തുകയും ഹിസ്ബുള്ളയുടെ മിസൈൽ ഡിപ്പോസിനെ നശിപ്പിക്കുകയും ചെയ്തു. കൂടാതെ UN ഗ്രൂപ്പിന്റെ ദുരിതാശ്വാസ പ്രവർത്തകരെയും ഇസ്രായേൽ തുടർച്ചയായി ആക്രമിച്ചുകൊണ്ടിരിക്കുന്നുവെന്നുള്ള ഒരു കുറ്റാരോപണം വന്നിട്ടുണ്ട്. ഈ ഗാസ യുദ്ധത്തിന്റെ തുടക്കം മുതലേ IDF നടത്തുന്ന ആക്രമണം തടയാൻ ദുരിതാശ്വാസ ഏജൻസി പ്രവർത്തിക്കുന്നുണ്ട്. ഗാസ യുദ്ധത്തിൽ ഇസ്രായേൽ സർക്കാരിന് ഇങ്ങനൊരു അറിയിപ്പ് വന്നതിന് ശേഷം പോലും 14 തവണ അവർ ആക്രമണം നടത്തി. അത് എപ്പോഴെല്ലാമാണെന്ന് നോക്കിയാൽ 2023 നവംബർ മാസം 18-ന് MS വെഹിക്കിൾസിനെ ആക്രമിച്ചു. ഡിസംബർ 8, 2023-ന് UNRWAയുടെ ഒരു ബിൽഡിംഗ് നശിപ്പിച്ചു. ഡിസംബർ 16, 2023-ന് ഇതുപോലെ മിഷണറീസ് ചാരിറ്റീസിന്റെ വെഹിക്കിളിൽ മൾട്ടിപ്പിൾ റൗണ്ട്സ് ഫയർ ചെയ്തു. അടുത്ത ഡിസംബർ 28, 2023-ന്, ജനുവരി 8, 2024, ജനുവരി 18, 2024, ജനുവരി 31, 2024, ഫെബ്രുവരി 5, 2024, ഫെബ്രുവരി 20, മാർച്ച് 9, ഏപ്രിൽ 1, ഏപ്രിൽ 9, അവസാനം ഓഗസ്റ്റ് 27-ാം തീയതി. ഇതിനിടയിലും ഒരുപാട് ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ നിങ്ങൾ ആക്രമിക്കാൻ പാടില്ല, ഇവിടെ ഈ ജോലികളെല്ലാം നടക്കുന്നു എന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിട്ട് കൂടിയും ഇത്രയേറെ തവണ ആക്രമിച്ചിട്ടുണ്ട്. ഇതിൽ യാതൊരു അനുവാദവും ഇല്ലാതെ ആക്രമിച്ചതിന്റെ പട്ടിക മറ്റൊന്നുണ്ട്. അപ്പോ അവിടെ ആരെന്ത് സ്റ്റേറ്റ്മെന്റ് നൽകിയാലും, മുന്നറിയിപ്പ് നൽകിയാലും, അവിടെ എന്ത് സംഭവിച്ചാലും ഇസ്രായേൽ അവരുടെ ആക്രമണം തുടരുക തന്നെ ചെയ്യും. ഇങ്ങനെ തുടർന്നു കൊണ്ടുപോയാൽ ഇത് വലിയ ദുരന്തത്തിലായിരിക്കും അവസാനിക്കുക. UN സ്റ്റേറ്റ്മെന്റിൽ ഒരു കാര്യം പറഞ്ഞത്, 22,000 കുഞ്ഞുങ്ങൾ, 14 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ ജീവന് ഭീഷണിയായ ലൈഫ് ത്രെട്ടണിംഗ് ഇഞ്ചുറീസ് കാരണം ഗാസ വാറിൽ ബാധിച്ചിട്ടുണ്ട്. അവർ കഷ്ടപ്പെടുന്നുണ്ട്. മരിച്ചവരുടെ എണ്ണം പോലും പ്രശ്നമല്ല. മരിച്ചവർ അവരുടെ കുടുംബങ്ങൾക്ക് വലിയൊരു നഷ്ടം തന്നെയാണ്. എന്നാൽ ജീവൻ അപകടപ്പെടുത്തുന്ന പരിക്കുകളാൽ കഴിയുന്ന ആളുകളുടെ അവസ്ഥ വളരെ മോശമാണ്. ഒരു കൈയില്ലാതെ, കാലില്ലാതെ ഈ ലൈഫ് ത്രെട്ടണിംഗ് ഇഞ്ചുറീസുമായി ജീവിക്കുന്ന എല്ലാ മനുഷ്യരും വളരെ മോശമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ എല്ലാ രാജ്യവും ചേർന്ന് യുദ്ധത്തെ എത്ര പെട്ടെന്ന് അവസാനിപ്പിക്കാൻ കഴിയുമോ അത്രയും പെട്ടെന്ന് ആളുകളുടെ ജീവനും രക്ഷപ്പെടുത്താൻ സാധിക്കും. അതേ അവസ്ഥ തന്നെയാണ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിലും നടക്കുന്നത്. ഇപ്പോൾ ജസ്റ്റിൻ ട്രൂഡോയുടെ സ്റ്റേറ്റ്മെന്റ് ഈ ഒരു ഫയറിനെ വീണ്ടും വർദ്ധിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വളരെ സിമ്പിളായി പറഞ്ഞ് അവസാനിപ്പിച്ചു. റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നു എന്നുണ്ടെങ്കിൽ ഉക്രൈനും റഷ്യ ആക്രമിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. ആയുധങ്ങൾ നൽകി നമ്മൾ എത്രത്തോളം ഉക്രൈനെ ജയിപ്പിക്കാൻ സാധിക്കുമോ അത്രത്തോളം സമാധാനം ഇവിടെ ഉണ്ടാകും. ഉക്രൈന്റെ വിജയം എന്നത് ഈ സ്ഥലത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് അദ്ദേഹത്തിന്റെ താല്പര്യവും അവിടെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് നല്ല കാര്യം തന്നെയാണ്. റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നു, ഉക്രൈൻ റഷ്യ ആക്രമിക്കുന്നു. ഒരു രാജ്യത്തിൽ മറ്റു രാജ്യം അധിനിവേശം നടത്തുന്നു എന്നുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്.
അതേ പ്രശ്നം തന്നെയല്ലേ ഇസ്രായേലിലും ഗാസയിലും നടക്കുന്നത്? എന്തുകൊണ്ട് അത് സംസാരിക്കുന്നില്ല? എന്തുകൊണ്ട് അത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നില്ല? അടുത്തിടെ പോലും സാബ്രോസീഷ്യ മേഖലയിൽ അൺനോൺ എയർ അറ്റാക്ക് നടത്തി. അത് ഉക്രൈൻ ഉടൻ തന്നെ പറഞ്ഞത് 3 പേർ മരിച്ചു, റഷ്യയാണ് ആക്രമിച്ചത് എന്ന് റഷ്യയിലൊരു കുറ്റാരോപണം നടത്തി. എന്നാൽ ഇന്ന് വരെയും അത് ആരാണ് ചെയ്തതെന്നുള്ളതിന് യാതൊരു വ്യക്തതയുമില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവിടെ നടന്നാൽ മറ്റു രീതിയിൽ പ്രതികരിക്കും. ഇവിടെ നടക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുകയേ ചെയ്യുന്നില്ല. ഇപ്പോൾ ഈ 14 സംഭവം യുദ്ധക്കുറ്റത്തിന് കീഴിലാണ് വരുന്നത്. ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടും ആക്രമിച്ചത് യുദ്ധക്കുറ്റത്തിന് കീഴിൽ വരേണ്ടതാണ്. പക്ഷെ അവർ അതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കാത്തതാണ് ഇവിടെ വലിയൊരു പ്രശ്നമായി മാറുന്നത്. യുദ്ധം എവിടെ സംഭവിച്ചാലും അവിടെ മനുഷ്യജീവൻ നഷ്ടപ്പെടുന്നത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ഈ ഒരു തെറ്റവർ സാഹചര്യങ്ങൾക്കനുസരിച്ചും മനുഷ്യർക്കനുസരിച്ചും മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.